സത്യസന്ധമായ വരികൾ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാഠം തുടങ്ങാം. അതിങ്ങനെയാണ്: സമൂഹത്തിന് ഒരു വേട്ടക്കാരൻ്റെ മനസ്സാണ്. ഇര വീഴുമ്പോഴേ അതിന് തൃപ്തിയാവും. വീഴ്ത്തുന്നത് വിനോദം മാത്രമല്ല, ഒരാഘോഷം കൂടിയാണ്. അപ്പോൾ പാഠം 2. സമൂഹ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ കൊടികുത്തി വാഴുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ MT ആൾക്കൂട്ട മനഃശാസ്ത്രത്തെക്കുറിച്ച് എഴുതി വെച്ചതാണ് ഇത്. ഈ രാജാവായ അക്ബറിൻ്റെയും ബീർബലിൻ്റെയും ഒരു പഴയ കഥയില്ലേ? അക്ബർ ചുമരിലൊരു വര വരച്ച് അതിൽ തൊടാതെ അത് ചെറുതാക്കാൻ പറഞ്ഞപ്പോൾ ബീർബൽ അതിനേക്കാൾ വലിയൊരു വര തൊട്ടടുത്ത് വരച്ചു. അങ്ങനെ അക്ബറിൻ്റെ വര അങ്ങ് ചെറുതായി. ബീർബലിൻ്റെ ഈ പ്രവൃത്തിക്ക് അതിൻ്റേതായിട്ടുള്ള മാന്യതയുണ്ട്. ആദ്യ വരയെ ആക്രമിക്കാതെ സ്വയം വളരുക. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതല്ല. ഒരാളുടെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒക്കെ പ്രശസ്തിയിൽ അല്ലെങ്കിൽ വളർച്ചയിൽ അതിനെ ഇല്ലാതാക്കാൻ ഉള്ളിൽ അസൂയ കൊണ്ട് നടക്കുന്നവർ ഒരവസരം കിട്ടുമ്പോൾ ഒന്നിച്ചു ചേരുന്നതിൻ്റെ മാനസിക രോഗത്തെയാണ് മാസ് സൈക്കോളജിക്കൽ ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നത്. പുന്തിയോസ് പിലാത്തോസ് ആൾക്കൂട്ടത്തോടൊരു ചോദ്യം ചോദിച്ചു കേട്ടിട്ടില്ലേ? ഈ തിരുനാൾ ദിനത്തിൽ ഒരാളെ വിട്ടയക്കാനുള്ള അധികാരം എനിക്കുണ്ട്. യേശു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവനെ വിട്ടയക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ആൾക്കൂട്ടം ഒന്നടങ്കം പറഞ്ഞത് ഓർമ്മയില്ലേ? അവനെ ക്രൂശിക്കുക. കുരിശും ചുമന്ന് മല കയറുമ്പോഴും ചാട്ടവാറുകൊണ്ട് അടിയേൽക്കുമ്പോഴും യേശുവിൻ്റെ ദേഹത്ത് മുഴുവൻ ആണി തറയ്ക്കുമ്പോഴും ഒക്കെ ആൾക്കൂട്ടം ഇങ്ങനെ ആഘോഷിക്കുകയായിരുന്നു. ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ആ കഥ അവിടെ അവസാനിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരിക്കൽ മരിച്ചാൽ നമുക്കതുപോലെ തിരിച്ചു വരാൻ സാധിക്കില്ല. അതുകൊണ്ട് അർത്ഥശൂന്യമായ എന്തൊക്കെ അപവാദങ്ങൾ ഇളകി വന്നാലും സമൂഹത്തോടുള്ള പ്രതികാരം തീർക്കാൻ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുക എന്നതൊന്നും ശരിയായ വഴിയല്ല. നമ്മൾ തോറ്റുപോയാൽ അതിനെ ആവോളം ആഘോഷിച്ച് അസൂയക്കാരായ ഈ ആൾക്കൂട്ടം അടുത്ത ഇരയെയും തേടിപ്പോവും. കാലം അതെല്ലാം മറക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമേ നഷ്ടമുണ്ടാവൂ. സോഷ്യൽ മീഡിയയുടെ ചുമരുകളിൽ വന്ന് അസഭ്യവാക്കുകൾ എഴുതുന്നത് ഒരുതരം മാനസിക രോഗമാണ്. അവരുടെ ഉള്ളിലുള്ള ഒരു ഫ്രസ്ട്രേഷനെയാണ് അവർ കുറിച്ചു വെക്കുന്നത്. പണ്ടൊക്കെ ഈ ട്രെയിനിലെ ടോയ്ലറ്റുകളിൽ അസഭ്യം എഴുതി വെച്ചിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഈ സോഷ്യൽ മീഡിയയുടെ വാളിലേക്ക് മാറി എന്നേ ഉള്ളൂ. ആ തരത്തിലുള്ള ആളുകളുടെ ഉള്ളിലുള്ള അസൂയയും അറപ്പും വെറുപ്പും ഒക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് എന്നർത്ഥം. അവർ തരം താഴും പോലെ നമ്മൾ തരം താഴാതിരിക്കാൻ അത് വിട്ടുകളയുക മാത്രമേ വഴിയുള്ളൂ. വിട്ടുകളയുക, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. എല്ലാ അപവാദങ്ങളും അതിൻ്റെ പരമാവധി ദൂരം സഞ്ചരിച്ച് കുറച്ച് കഴിയുമ്പോൾ സത്യത്തിലേക്ക് നടന്നെത്തിച്ചേരും. നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടായാൽ മാത്രം മതി. അതുവരെ കാത്തിരിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. അല്ലാതെ മാനസികമായി തകർന്നു പോകുന്നതോ നാട് വിട്ടു പോകുന്നതോ ഭൂമി വിട്ടു പോകുന്നതോ ഒന്നും ശരിയായ മാർഗമല്ല. കാത്തിരിക്കുക. എല്ലാം കലങ്ങി തെളിഞ്ഞ് വന്നിരിക്കും എന്നുള്ള കാര്യം ഉറപ്പ്.